കൂത്താട്ടുകുളം നഗരസഭയിൽ പ്രതിഷേധം തുടരുകയാണ്. UDF പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഭരണപക്ഷം തീരുമാനിക്കുകയും ചെയ്യുന്നു. മൈക്ക് സ്റ്റാൻഡോടുകൂടി എടുത്ത് താഴേക്ക് വെച്ചിരിക്കുന്ന അടക്കം നമുക്ക് കാണാം. സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഈ സാഹചര്യത്തിന് ഇളവുണ്ടാകില്ലേ? ഈ സഭാ നടപടികൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്, പ്രതിഷേധവുമായി മറ്റൊരു ഭാഗത്തും നിൽക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നിലവിൽ? പ്രതിപക്ഷ പ്രതിഷേധത്തിലെ നഗരസഭാ കൗൺസിൽ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയർപേഴ്സൺ. ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭ അതിദാരിദ്ര്യ മുക്ത നഗരസഭയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ചെയർപേഴ്സൺ വിജയശിവൻ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധവുമായി പ്രതിപക്ഷം നിരൂപിച്ചിരിക്കുകയാണ്. പിന്മാറാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ആ പ്രതിഷേധത്തിനിടയിലും നടപടിക്രമങ്ങളുമായിട്ട് ചെയർപേഴ്സൺ മുന്നോട്ട് പോവുകയാണ്. 2 കൗൺസിലർമാർക്കെതിരെ ചെയർപേഴ്സൺ നൽകിയ പരാതി പിൻവലിക്കണമെന്നാണ് ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രേഖകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. പേപ്പറുകളൊക്കെ പിടിച്ചെടുക്കുന്നതായിട്ട് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കുറച്ചുകൂടി പ്രതിഷേധത്തിന്റെ സ്വഭാവങ്ങൾ മാറിയിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കപ്പുറത്തേക്ക് മൈക്കുകൾ പിടിച്ചെടുക്കുന്നു, അതോടൊപ്പം തന്നെ രേഖകൾ പിടിച്ചെടുക്കുന്ന നടപടികൾക്കൊക്കെ പ്രതിപക്ഷം തടഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും സഭ കൗൺസിൽ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. കള്ളക്കേസാണ് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ചെയർപേഴ്സൺ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വന്തം കൗൺസിലറെ CPM തട്ടിക്കൊണ്ടുപോയി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇരുവരും രാജിവെക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ആവശ്യം മുന്നിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇടയ്ക്കൊരു ശാന്ത വരുന്നുണ്ടെങ്കിൽ പോലും കൗൺസിൽ നടപടികളുടെ ചെയർപേഴ്സൺ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രതിഷേധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം തുടരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ മറികടന്ന് അവഗണിച്ചുകൊണ്ട് കൂത്താട്ടുകുളം നഗരസഭ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വൈസ് ചെയർമാനും ഡയസിലിരുന്നു കൊണ്ട് നഗരസഭയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഡയസിന് പുറത്ത് പ്രതിപക്ഷം തുടരുന്നു. മുദ്രാവാക്യം വിളിക്കപ്പുറത്തേക്ക് മൈക്കടക്കം പിടിച്ചു വാങ്ങാനും മാറ്റിവെക്കാനുമുള്ള നടപടികളടക്കം ഉണ്ടാകുന്നതാണ്. പോലീസിന്റെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നുണ്ട്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം തുടരുകയാണ്. ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ മുദ്രാവാക്യം വിളിയുമായി പ്രതിപക്ഷം ഡയസിന് മുന്നിൽ നിൽക്കുന്നു. ഭരണപക്ഷ കൗൺസിലർമാർ അവരവിടെ ചേർന്ന് തന്നെ ഇരിക്കുന്നു. UDFിനൊപ്പം ചേർന്നിരിക്കുകയാണ് കലാരാജു. CPMന്റെ കൗൺസിലറായിരുന്ന കലാരാജു ഇത് കൂത്താട്ടുകുളം നഗരസഭയിൽ താൻ പ്രതിപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച. ചെയർപേഴ്സന്റെ ഡയസിലുണ്ടായിരുന്ന മൈക്ക് സ്റ്റാൻഡോടുകൂടി പ്രതിപക്ഷം എടുത്ത് താഴെ വെച്ചിരിക്കുന്നു. പോലീസ് മറ്റ് നടപടികളൊന്നും തന്നെ എടുത്തിട്ടില്ല. പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൂത്താട്ടുകുളം നഗരസഭയിൽ.